നമസ്കാരം. അദാനിക്കെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി ഹിൻഡൻബർഗ് എത്തിയിരിക്കുകയാണ്. വിവിധ അക്കൗണ്ടുകളിലുള്ള കമ്പനിയുടെ $310 സ്വിസ് അധികൃതർ മരവിപ്പിച്ചു എന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. കമ്പനിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ, സെക്യൂരിറ്റി തിരിമറി കേസുകളുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് നടപടിയെന്നാണ് റിപ്പോർട്ട്. 6 സ്വിസ് ബാങ്കുകളിലുള്ള പണമാണ് മരവിപ്പിച്ചിരിക്കുന്നതെന്നാണ് വിവരം. സ്വിറ്റ്സർലാൻഡിലെ അറ്റോർണി ജനറലിന്റെ ഓഫ് അദാനിക്കെതിരെ അന്വേഷണം ഏറ്റെടുത്തെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം ഹിൻഡൻബർഗിന്റെ ആരോപണങ്ങൾ എല്ലാം അദാനി നിഷേധിച്ചു. ഹിൻഡൻബർഗിന്റെ ആരോപണങ്ങളുടെ അടിസ്ഥാനരഹിതമാണെന്നും തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾക്കെതിരെ ഉത്തരം നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും അവർ പ്രതികരിച്ചു. അദാനിക്കെതിരെയുള്ള പുതിയ ആരോപണം ഇന്ത്യൻ ഓഹരി വിപണിയെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തിടെ അദാനിക്കെതിരെ ചില ആരോപണങ്ങൾ വന്നപ്പോൾ കമ്പനിയുടെ ഓഹരികൾ തകർന്നടിഞ്ഞിരുന്നു. ഈ വർഷം ആഗസ്റ്റ് 10-നാണ് ഇന്ത്യൻ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബി ചെയർപേഴ്സൺ മാധവി പൂരി ബുച്ചിനും ഭർത്താവ് ധവാൽ ബുച്ചിനുമെതിരെ ഹിൻഡൻബർഗ് പുതിയ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. മാധവിക്കും ഭർത്താവിനും അദാനി ഗ്രൂപ്പിന്റെ വിദേശത്തുള്ള രഹസ്യ ഷെൽ കമ്പനികൾ $8,72,000 നിക്ഷേപമുണ്ടെന്നായിരുന്നു US നിക്ഷേപ ഗവേണിംഗ് സ്ഥാപനമായ ഹിൻഡൻബർഗിന്റെ പുതിയ റിപ്പോർട്ട് പറയുന്നത്. ഗൗതം അദാനിയുടെ മൂത്ത സഹോദരനും ശതകോടീശ്വരനുമായ വിനോദ് അദാനിക്ക് ബന്ധമുള്ള ബെർമുഡയിലെയും മൗറീഷ്യസിലെയും രഹസ്യ ഷെൽ കമ്പനികളിലാണ് ഇരുവർക്കും നിക്ഷേപമുള്ളത്. ഹിൻഡൻബർഗ് ഓഗസ്റ്റ് 10-ന് രാവിലെ 5:30 ഇന്ത്യയെ സംബന്ധിച്ച ചില വലിയ കാര്യങ്ങൾ ഉടൻ പുറത്തു വരുമെന്നാണ് സൂചന നൽകിയ ഒറ്റവരി പോസ്റ്റ് സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ചിരുന്നു. രാത്രിയോടെയാണ് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തുവിടുന്നത്. കഴിഞ്ഞ വർഷം ഹിൻഡൻബർഗ് അദാനിക്കെതിരെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളുടെ തുടർച്ച എന്ന രീതിയിലാണ് പുതിയ റിപ്പോർട്ട് ഹിൻഡൻബർഗ് പുറത്തുവിട്ടിരിക്കുന്നത്. 2023 ജനുവരി 24-നാണ് അദാനി ഗ്രൂപ്പ് ലോകത്തിലെ 3ാമത്തെ ധനികൻ കോർപ്പറേറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി എങ്ങനെ അടിച്ചമർത്തുന്നു എന്ന തലക്കെട്ടിൽ ഹിൻഡൻബർഗ് അദാനിയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ വെളിപ്പെടുത്തുന്ന ആദ്യ റിപ്പോർട്ട് പുറത്തുവിട്ടത്. നികുതിരഹിത വിദേശ രാജ്യങ്ങൾ കടലാസ് കമ്പനികൾ രൂപീകരിച്ച് സ്വന്തം കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപം നടത്തി ഓഹരി വില പെരുപ്പിച്ചു കാട്ടി ലാഭമുണ്ടാക്കി അതിലൂടെ കൂടുതൽ വായ്പകൾ സംഘടിപ്പിക്കുന്നു എന്നായിരുന്നു കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്.